എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു മഴക്കാലത്ത് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല മുരുമുരാ സവാള വട എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. സവാള വട ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അത് നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് അതിന്റെ സ്വാദ് നമുക്ക് തിരിച്ചറിയാനും സാധിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികള് സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ചൂടോടുകൂടി തന്നെ തയ്യാറാക്കി കൊടുക്കാനും പറ്റിയ നല്ലൊരു 4 മണി പലഹാരം കൂടിയാണ്. ഇതുവരെയും ഇതുപോലൊരു പലഹാരം നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാര് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും മറക്കല്ലേ. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് സവാള വട തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സവാളയുടെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കാം. സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന സവാള വടയ്ക്ക് അധികം സവാള ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ ഇന്ന് കൂടുതൽ അളവിൽ സവാള ചേർത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സവാള വടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു 2 മിനിറ്റ് നേരം സവാള ഇതുപോലെ ഒന്ന് തിരുമ്മി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. സവാള മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ലെയർ ആയിട്ട് താഴേക്ക് വീഴണം. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാകവും. ഇനി ഈ സവാളയിലേക്ക് വടയ്ക്ക് ആവശ്യമായ ചേരുവകൾ ചേർക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കൂടെ തന്നെ 2 പച്ചമുളക് കൂടി ചേർക്കാം. എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി നുറുക്കിയതാണ്. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇഞ്ചിയും ചേർത്ത് കഴിഞ്ഞാൽ 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് പൊടിയായി കട്ട് ചെയ്ത് കൂടെ ചേർക്കാം. അങ്ങനെ കറിവേപ്പിലയും ഞാൻ ഇതിലേക്ക് ചേർത്തു. നിങ്ങൾക്ക് മല്ലിയില ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ ചേർക്കണം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും നല്ലൊരു കളർ കിട്ടുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും വടയ്ക്ക് നല്ല മുരിമുരിപ്പ് കിട്ടുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവില് വറുത്തരിപ്പൊടിയും കടകളിൽ നിന്നും വാങ്ങി കഴിക്കുന്ന ആ ഒരു വടയുടെ സ്വാദ് കിട്ടുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവില് കടലപ്പൊടിയും ഇനി കൂടുതൽ അളവില് മൈദപ്പൊടിയും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. 15 വട തയ്യാറാക്കി എടുക്കാനുള്ള അളവാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഇത്രയും പൊടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 1 സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കാം. സവാളയിലേക്ക് പൊടികളെല്ലാം തന്നെ നല്ല പോലെ പിടിച്ചു കിട്ടണം. അതിനായിട്ടാണ് നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു 2 മിനിറ്റ് നേരം കുഴച്ചെടുത്തപ്പോൾ നമ്മുടെ സവാള ഇതേ ഒരു പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഈ പൊടിയിലേക്ക് സോഡാപ്പൊടി ചേർക്കാത്തത് കൊണ്ട് നമ്മൾ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളതും. തൈര് ചേർത്ത് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്കൊരു 5 മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ സോഡാപ്പൊടി ചേർത്താണ് നിങ്ങളിത് തയ്യാറാക്കുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും. സവാളയിലേക്ക് പൊടിയൊക്കെ പിടിച്ചു കിട്ടുന്ന സമയത്ത് അല്പം ലൂസായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് മൈദമാവും കൂടെ ചേർക്കുവാണ്. സവാളയുടെ കൂടുതൽ അളവുള്ളത് കൊണ്ട് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ടാണ് സവാള നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം എന്ന് പറയുന്നതും. ഇതുപോലെ പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് കട്ടിയായിട്ട് മാവിരിക്കുവാണെങ്കിൽ ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടി ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കൈവശം തൈരില്ലെങ്കിൽ സാധാരണ പച്ചവെള്ളവും ഉപയോഗിച്ചും നമുക്ക് പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മാവ് എടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുന്ന സമയത്ത് ഉരുണ്ട് വരുവാണെങ്കിൽ നമ്മുടെ പൊടി ഓക്കെയാണ്. ഇനി നമ്മുടെ കൈവിരൽ വെച്ച് നടുഭാഗത്തേക്ക് ഒരു ഹോള് കൂടിയിട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്ന താമസേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പൊടി ഇവിടെ കുഴച്ച് വെച്ചിട്ട് ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ മാവ് നല്ല പോലെ തന്നെ ഫ്ലഫി ആയിട്ടൊക്കെ വീർത്ത് നിൽക്കുന്ന ഒരു പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കുടൻ തന്നെ സവാള വട പൊരിച്ചു തുടങ്ങാം. അതിന് മുമ്പായിട്ട് തിളയ്ക്കുന്ന എണ്ണ കുറച്ച് ഇതിന്റെ മേലെയായിട്ടൊന്ന് കോരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിനും കുറേശ്ശെ മാവെടുത്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ മാവിലേക്ക് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാവുന്നതാണ്. കയ്യിലൊന്നും ഒട്ടാതെ എളുപ്പത്തിൽ പൊരിച്ചെടുക്കുന്നതിനായിട്ട് ഇതുപോലൊരു സൂത്രം കൂടി ചെയ്തെടുക്കാം. ഓരോരു കുഴിവെള്ള കയ്യിലെടുത്തിട്ട് ഇതിലേക്ക് മാവ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നടുഭാഗത്ത് ഇതുപോലൊരു ഹോള് കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു കയ്യിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇവിടെ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇതേ
ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യ തവണ 3 വടയാണ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. വട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ 3 വടയും ഇതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ആദ്യം ഇട്ട് കൊടുത്ത വട നല്ലപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ആദ്യ വട കോരി മാറ്റാം. രണ്ടാമത് ഇട്ട് കൊടുത്ത വട ഒന്ന് മറിച്ചിട്ടൊക്കെ കൊടുക്കാം. നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുള്ള വട നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ആദ്യ വട കോരി മാറ്റിയതിന് ശേഷം രണ്ടാമത് മുരിഞ്ഞു വന്നിട്ടുള്ള വടയും ഞാനിവിടെ ഇതുപോലെ ഒന്ന് കോരി മാറ്റുവാണ്. അങ്ങനെ നമ്മുടെ ആദ്യ സവാള വട നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റിയതിന് ശേഷം രണ്ടാമതും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുരിച്ചെടുക്കാം. രണ്ടാമത് മാവ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കൈ വെച്ചിട്ടാണ്. കൈ നല്ലപോലെ ഒന്ന് നനച്ചതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിലൊന്ന് ഉരുട്ടിയിട്ട് നടുഭാഗത്തൊരു ഹോള് കൂടെ ഇട്ടിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു വടയും നല്ലതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് മുരിയിച്ചെടുക്കാവുന്നതാണ്. ഇതാണ് കൂട്ടുകാരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സവാള വട. സവാളയുടെ അളവുകൾ കൂട്ടി തയ്യാറാക്കുമ്പോഴാണ് സവാള വടയായി മാറുന്നത്. വാള കൂടുതൽ അളവിൽ ചേർത്ത് തയ്യാറാക്കുമ്പോൾ അധികം ഫ്ലഫി ആയിട്ടൊന്നും വരണമെന്നില്ല. ഉൾഭാഗമൊക്കെ നല്ല പോലെ മുരിഞ്ഞിരിക്കും. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ആയി കിട്ടുന്നത്. കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്ന സവാള വടയിലേക്ക് മൈദമാവിൻ്റെ അളവായിരിക്കും കൂടുതൽ കിട്ടുക. അതുപോലെ അതിലേക്ക് സോഡാപ്പൊടി ധാരാളം ചേർന്നിട്ടുള്ളത് കൊണ്ട് വളരെ ഫ്ലഫി ആയിട്ടായിരിക്കും അത് കഴിക്കാനും പറ്റുന്നത്. അങ്ങനെ നമുക്ക് എല്ലാ വടയും ഇതുപോലെ തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ഇതിന് നല്ല സ്വാദം കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതുപോലുള്ള സവാള വടയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നിങ്ങൾ തൈര് ചേർത്ത് തയ്യാറാക്കി നോക്കുക. നല്ല മുരിമുരിയായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. 4 മണിക്കൊരു കട്ടൻ ചായയൊക്കെ കടകളിൽ നിന്നും വാങ്ങി കഴിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർക്കും എല്ലാവർക്കും ആയിട്ട് ഇതുപോലെ മായം കലരാത്ത ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഒരുപാട് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദിഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.